ഫ്രണ്ട്സ്, ഞാൻ ജെന്നി എയിൻസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ, പുത്തുകുഴി, കോതമംഗലം. നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. ഫസ്റ്റ് വരുന്നത് ഒരു നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആട്ടോ. അതിനകത്ത് ഇങ്ങനെ ഒരു വീനെക്ക് പാറ്റേണിൽ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. കട്ട് ബീഡ്സിൻ്റെ വർക്കും ഹാൻഡ് വർക്കും കൂടെ വന്നിരിക്കുന്നത്. 1980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ടോണാണ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴാണെങ്കിലും ദുപ്പട്ടയും നല്ല കോട്ട മെറ്റീരിയലിൽ കോട്ട മെറ്റീരിയൽ. ഇതൊരല്പം ഗ്രീൻ ചേർന്നിട്ടുള്ളൊരു ഗ്രേ ആട്ടോ, പ്യുവർ ഗ്രേ അല്ല, അല്പം ഒരു ഗ്രീൻ ബ്ലെൻഡ് ചെയ്തൊരു ഗ്രേ. കണ്ടോ, ഇതിൻ്റെ ദുപ്പട്ടയും കണ്ടോ, കോട്ട മെറ്റീരിയലിൽ അതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ ബോഡി പോർഷനിൽ ഇതേപോലെ നല്ലൊരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്, കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടം. 1980. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ ടോൺ, ലൈറ്റ് ഗ്രീൻ. അതിനകത്ത് കണ്ടോ യോക്കിൽ ഇതേപോലെയുള്ള ഹാൻഡ് വർക്ക് ആൻഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വരുന്നത്. ദുപ്പട്ട കണ്ടോ, ദുപ്പട്ട ഇതേപോലെ തന്നെ ബോർഡറിൽ ഇതേപോലെ എംബ്രോയ്ഡറി വരും. എന്നിട്ട് അതിൻ്റെ ബോഡിയിൽ ഇതേപോലെയുള്ള എംബ്രോയ്ഡറി, ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്ന ദുപ്പട്ട ആൻഡ് ആ സെയിം വർക്കിൻ്റെ അതേ ടോണിൽ വരുന്ന ബോട്ടം. 1980. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാട്ടോ. ഈ മെറ്റീരിയൽ ആണെങ്കിലും ടോപ്പിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ. ദുപ്പട്ടേ നല്ല സൂപ്പർ മെറ്റീരിയലാണ്. 1980. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ ടോൺ. ലാവൻഡറിൽ ഇങ്ങനെ പീച്ച്, 2 ഷെയ്ഡിൽ വരുന്ന പീച്ച് ആണ് ഡിസൈൻ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ വരുന്ന ദുപ്പട്ടയുടെ കണ്ടോ എൻ പോർഷൻ ഇതേപോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പീച്ച് ടോണിൽ തന്നെ വരുന്ന ബോട്ടം. 1980. അടുത്ത് വരുന്നത് നമുക്ക് നോയൽ കോട്ടയിൽ, ഇത് ഫുൾ വിടർത്തുണ്ട്. അപ്പോൾ എൻ്റെ ഡിസൈൻ നോയൽ കോട്ടയിൽ 1290 റേഞ്ചിൽ ഇതേപോലെ ഒരു ലൈറ്റ് പിങ്ക്, ബേബി പിങ്കും അതിൻ്റെ അല്പം കൂടെ ഡാർക്ക് പിങ്കും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇത് നോയൽ കോട്ടയിൽ വരുന്ന സെറ്റാട്ടോ. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ്. നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ബോത്ത് സൈഡ്സ് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും സെയിം ആ പിങ്ക് ടോണിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം. 1290. അടുത്ത് വരുന്ന ഇത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം അതിന് കളറ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു ലെമണല്ലോ, ആ ഒരു ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡാട്ടോ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം. ലൈറ്റ് യെല്ലോയിൽ തന്നെ വരുന്ന ബോട്ടം. ഇതിനിങ്ങനെ ഡാർക്ക് യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. 1290. അടുത്തത് വരുന്നത് ഒരു പ്രത്യേക ഒരു ഷെയ്ഡിലുള്ളൊരു കളറാട്ടോ. ഇത് ഒരു പിങ്കിൻ്റെ അല്പം കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കണ്ടോ. ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെ വരും. അതിൻ്റെ ബോട്ടം കണ്ടോ, ബോട്ടത്തിൻ്റെ ഇതാണ് ബോട്ടത്തിൻ്റെ കളറും വരുന്നത്. 1290. അടുത്തത് വരുന്ന അതിൻ്റെ ബ്ലൂ, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. ബോത്ത് സൈഡ് എംബ്രോയ്ഡറി വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. അടുത്ത് വരുന്ന ഒരു ചെറുപയർ പച്ച, ആ ഒരു ഗ്രീൻ. ഇങ്ങനെയാണ്. നല്ല മഴയല്ലേ. ഇതാണ് ദുപ്പട്ട വരുമ്പം ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോത്ത് സൈഡ് എംബ്രോയ്ഡറി വർക്ക്, ബോഡിയിലും എംബ്രോയ്ഡറി വർക്ക്, ബോട്ടം. 1290. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.